എൻ്റെ ഒരു ചികിത്സാ അനുഭവത്തിൽ ഒരു 1000-ഓളം കേസുകളെങ്കിലും നമ്മൾ അഡിനോയിഡ് ഉള്ള കുട്ടികളെ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. പലപ്പോഴും അമ്മമാർ അവർ ഭയങ്കര വലിയൊരു വേദനയാണ്, കുഞ്ഞ് രാത്രി കിടന്നുറങ്ങുന്നത് കാണാൻ സഹിക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് കിടക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് മാത്രമേ ഉറങ്ങാൻ സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അഡിനോയിഡ് മൂലം ചെവി വേദന വരുന്നു, അല്ലെങ്കിൽ ചെവിയുടെ കേൾവിശക്തി കുറയുന്നു. ഇതുമൂലം വളരെ ആങ്ഷ്യസ് ആണ് അമ്മമാർ. എനിക്ക് തോന്നുന്നു മറ്റു പല രോഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു രോഗമാണ്. പക്ഷേ ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്കതിൻ്റെ കാരണത്തെ അനുസരിച്ചിട്ട് ചികിത്സിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ 3 തരത്തിലാണ് പ്രധാനമായിട്ട്. ഞാനിപ്പോൾ ഒരു രോഗി അല്ലെങ്കിൽ ഒരു കുട്ടീനെ കൊണ്ട് അമ്മ വരുമ്പോൾ 3 കാരണങ്ങളാണ് ഞാൻ പൊതുവെ ഈ ഒരു കുട്ടിയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികളിൽ അമിതമായിട്ടുള്ള ഫുഡ് ദഹനക്കുറവുണ്ടാകുന്നു. ദഹനക്കുറവ് മൂലം ഭയങ്കരമായ കഫക്കെട്ട് തലയുടെ ഭാഗത്തുണ്ടാകുന്നു. ഈ കഫം നീർക്കെട്ട് പോലെ ഈ ഗ്രന്ഥിയെ വളർത്തുന്നു, വലുതാക്കുന്നു. പൊതുവെ ഇത്തരം കുട്ടികൾ പൊതുവെ നട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് കൂടുതൽ കഴിക്കുക, ഏത്തപ്പഴം കഴിക്കുക, ഇത്തരം ഭക്ഷണ രീതികൾ ഈ കുട്ടികളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അടുത്തൊരു ഭക്ഷണ രീതി എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികൾ തോന്നിയിട്ടുള്ളത് അലർജി ഉള്ള കുട്ടികൾ. അവരുടെ പേരൻസിന് അലർജി ഉണ്ടാവും, കുട്ടികൾക്കും അലർജി ഉണ്ടാവും. പൊടി തട്ടിയാൽ പെട്ടെന്ന് തുമ്മലും ചുമയൊക്കെ വരുന്ന കുട്ടികൾ, അത് ഇവരുടെ പേരൻസിന് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി പെട്ടെന്ന് അലർജിക് റെസ്പോൺസ് മൂലം വീർക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒക്കെ ഞാൻ പറഞ്ഞു, കഫം കൊണ്ടുണ്ടാകുന്നത് അതൊരു ഗ്രന്ഥി പോലെ വളരെ സോളിഡായിട്ടുള്ള ഒരു മാസ്, ഒരു മുള പോലെയാണ് ആകുന്നതെങ്കിൽ രണ്ടാമത്തെ അവസ്ഥയിൽ അലർജി മൂലം ഇത് ബലൂൺ പോലെ വീർക്കുകയാണ്. ചികിത്സയിൽ നോക്കുകയാണെങ്കിൽ കഫം കൊണ്ടുണ്ടാകുന്ന അഡിനോയിഡ് ഗ്രന്ഥിയെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ചയിലുള്ളിൽ വലിയൊരു കുറവുണ്ടാകുമെങ്കിലും 2-3 മാസം കൊണ്ടാണ് ആ ഗ്രന്ഥി പൂർണ്ണമായിട്ടും ചെറുതായി വരുന്നത്. അലർജി കൊണ്ടുള്ള അഡിനോയിഡിലാണെങ്കിൽ മരുന്ന് കൊടുത്ത് 3-ാമത്തെ ദിവസം തന്നെ കുട്ടി സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നതായിട്ട് പാരൻസ് പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 3-ാമത്തെ അവസ്ഥ അമിതമായിട്ട് ക്രിമിശല്യമുള്ളവരിൽ ഈ പെട്ടെന്ന് അഡിനോയിഡ് ഗ്രന്ഥി അതൊരു ഇൻഫെക്ഷൻ കൊണ്ട് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്കത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ക്രിമിശല്യം കൂടുതലുള്ള കുട്ടികളിൽ പെട്ടെന്ന് അഡിനോയിഡ് ഗ്രന്ഥി വീർക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രിമിശല്യം ഉണ്ടെങ്കിൽ ക്രിമിശല്യത്തെ കുറയ്ക്കുന്നു, അലർജി ആണെങ്കിൽ അലർജിയെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ കഫം കൊണ്ടുള്ള അമിതമായിട്ട് നട്ട്സും ഒക്കെ കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു. ഇങ്ങനെ കാരണത്തെ മനസ്സിലാക്കിക്കൊണ്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് അഡിനോയിഡും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള രോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് രോഗികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വരുമ്പോൾ ബിഫോർ ഒരു എക്സ്റേ എടുക്കും, ആഫ്റ്റർ. ഇപ്പോൾ അലർജി കൊണ്ടുള്ളതൊക്കെയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എക്സ്റേ എടുത്ത് നോക്കിയാൽ അതിൽ മാറ്റങ്ങൾ കാണാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയാൽ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതേസമയം അമിതമായിട്ട് നട്ട്സൊക്കെ കഴിച്ചതാണെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴേക്കും അതിൽ അഡിനോയിഡ് ഗ്രന്ഥി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്.